Hark how the bells, sweet silver bells. കുഞ്ഞു കുഞ്ഞു വാവയായി കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. എല്ലാവർക്കും ഈശ്വരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃതങ്ങൾ പൂത്തുലയുന്ന പുണ്യകാലം ആത്മീയതയുടെ ദിവ്യമായ വിരുന്നൊരുക്കി മറ്റൊരു ക്രിസ്മസ് ദിനം കൂടി വരവായി. ആകാശമേലാപ്പിൽ കൺചിമ്മുന്ന നക്ഷത്രക്കൂട്ടങ്ങളും നനനനത്ത ഹിമകണങ്ങളും ഗ്ലോറിയ ഗാനം മുതിർക്കുന്ന മാലാഖമാരും സർവാർത്തി അറിഞ്ഞ് തുള്ളിച്ചാടുന്ന ഇടയബാലന്മാരും ഉണ്ണിപ്പൈതലിന് കാറ്റുകളുമായി എത്തുന്ന പൂജരാജാക്കന്മാരും എല്ലാറ്റിനുപരി പുൽക്കൂടിനെ ധന്യമാക്കി പുഞ്ചിരി തൂകുന്ന ഉണ്ണിയേശുവും അന്നും ഇന്നും ക്രിസ്തുമസിൻ്റെ കുളിർമയാർന്ന ഓർമ്മകളാണ്. ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ചതിൻ്റെ ഓർമ്മ ഉണർത്തുന്ന ഈ ക്രിസ്മസിനെ വരവേൽക്കുവാനായി ആത്മീയമായി നമ്മൾ ഒരുങ്ങുമ്പോൾ തിരുസഭ മാതാവ് ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി നമുക്ക് ഇന്ന് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വചനങ്ങളാണ്. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നീതിയെക്കുറിച്ചും ഇവിടെ പ്രതിപാദിക്കുന്നു. മനുഷ്യരക്ഷയ്ക്ക് ദൈവം മുൻകൈയെടുക്കുമ്പോൾ അതിനോട് സഹകരിക്കുവാൻ ജോസഫ് തയ്യാറാകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഗർഭിണിയായ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജോസഫ്. അതിനാൽ സ്വപ്നത്തിലൂടെ ജോസഫിന് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ടതെന്ന്. ഇന്നത്തെ വചനഭാഗം നമ്മളോട് പങ്കുവയ്ക്കുന്നത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നീതിബോധത്തെക്കുറിച്ചാണ്. ദൈവപുത്രന് സുരക്ഷയൊരുക്കുവാൻ ദൈവിക നീതിയെ കൂട്ടുപിടിക്കുന്ന ജോസഫ് സുവിശേഷത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ നീതിമാൻ എന്ന ഒറ്റപ്പദം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. തൻ്റെ കൂടെയുള്ളവരുടെ പ്രശ്നം തൻ്റെ പ്രശ്നമാവുകയും അതിൻ്റെ പരിഹാരം തേടൽ തൻ്റെ ധർമ്മമായി ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നിടത്താണ് ഔസേപ്പിതാവിൻ്റെ നീതി. ഇന്നത്തെ ശബ്ദമുഖരിതമായ ലോകത്ത് അസ്വസ്ഥത നിറഞ്ഞ മനസ്സോടെ ജീവിക്കുന്ന നമ്മോട് പറയാനുള്ളത് പ്രശ്നങ്ങളെ നേരിടുക, പ്രശ്നങ്ങളുടെ നടുവിലും ദൈവസ്വരത്തിന് കാതോർക്കുക, അനുസരിക്കുക എന്ന് മാത്രമാണ്. വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ദൈവസ്വരത്തിന് കാതോർത്ത് നീതിയോടെ ജീവിക്കുവാൻ നമുക്കുമാവട്ടെ. നമ്മുടെ തീരുമാനങ്ങളും ദൈവിക നീതിക്ക് ചേർന്നതാകുവാനും അത്തരം തീരുമാനങ്ങൾ അവരന് സംരക്ഷണം നൽകുവാനും കഴിയുന്നതായി തീരട്ടെ. കാത്തിരിപ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ജാഗ്രതയുടെയും ദിനങ്ങളിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും സഹോദരങ്ങൾക്ക് നീതിയുടെ സംരക്ഷണത്തിൻ്റെ കവചങ്ങളായിത്തീരാം. ഏവർക്കും ആഗതമാകുന്ന ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും പ്രാർത്ഥനാശംസകൾ.